അടുത്ത വിഷയത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ദി എഫക്ട് ഓഫ് ബിറ്റർനെസ്. നമ്മൾ ഈ വിഷയം പഠിച്ചപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കി. കയ്പ് എന്ന് പറയുന്നത് പുറത്ത് കാണുവാൻ സാധിക്കുന്ന ഒന്നല്ല. പിന്നെയോ വേദപുസ്തകം പറയുന്നു വല്ല കയ്പുള്ള വേരും മുളച്ച്. അപ്പോൾ കയ്പ് എന്ന് പറയുന്നത് ഒരു വേരാണ്. വേര് പുറത്ത് കാണുന്നതല്ല, പിന്നെയോ അകത്ത് മൂടി വെച്ചിരിക്കുകയാണ്. പിന്നീട് എന്ത് കാണുന്നു അതിന്റെ ഫലമാണ് വെളിപ്പെടുവാനായിട്ടിടയായിത്തീരുന്നത്. അപ്പോൾ ഇതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്, എന്തൊക്കെയാണോ അതിന്റെ എഫക്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഒരുമാതിരിപ്പെട്ട ശരീര രോഗങ്ങൾ മുഴുവൻ ഇതിന്റെ ബേസിസിലാണ് കടന്നു വരുന്നത്. നമ്മൾ പലരും പല കാര്യങ്ങൾ പല രോഗത്തിന് അടിമപ്പെട്ടിരിക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം ഒരു പക്ഷെങ്കിൽ മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ സാധിക്കാതെ ഇന്നും ആ കയ്പ് ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രി ദൈവത്തിന്റെ തിരുവചനം കേൾക്കുന്നവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവം നമുക്ക് ഈ വിഷയം പഠിപ്പിക്കുവാനായിട്ട് ദൈവം പറഞ്ഞതിന്റെ പ്രധാനപ്പെട്ട കാരണം മറ്റൊരു വ്യക്തിയോട് ഒരു കയ്പിന്റെ അനുഭവം വെച്ചുകൊണ്ട് നമുക്ക് ഇരിക്കുവാനായിട്ടിടയാകരുത്. അപ്രകാരമുള്ള ഒരു ഏത് സാഹചര്യമായിക്കൊള്ളട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, ഒരിക്കൽ പോലും ആ ഒരു സാഹചര്യത്തിൽ ഞാൻ നിങ്ങളും ഉണ്ടാകുവാനായിട്ടിടയാകരുത്. അതിൽ നിന്ന് നാം വിടുതൽ പ്രാപിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഇന്ന് രാത്രി ഒരു വിടുതലിന്റെ ശുശ്രൂഷ നടത്തുവാൻ കർത്താവ് ഞാൻ താല്പര്യപ്പെടുന്നു. അതുകൊണ്ട് ഞാൻ മുൻപോട്ട് കടന്നു പോകുകയാണ്. അഞ്ചാമതായിട്ട് എന്താണ് ഈ ബിറ്റർനെസ് കൊണ്ട് വരുന്ന സംഭവം? അഞ്ചാമതായിട്ട് ബിറ്റർനെസ് വിൽ ഹേർട്ട് ആൻഡ് ഡിഫൈൽ അതേഴ്സ്. ഒന്ന് വായിച്ചോട്ടെ, എബ്രായലേഖനം 18-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം. ഹീബ്രൂസ് 12:15. വല്ല കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി. ശ്രദ്ധിക്കണം, ഈ ഒരു വേർഡ് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഒരു കയ്പിന്റെ അനുഭവം കടന്നു വരുമ്പോൾ, അതൊരു സഹോദരന് ഒരു കയ്പിന്റെ അനുഭവം കടന്നു വരുമ്പോൾ അതിന്റെ പരിണിത ഫലമെന്ന് പറയുന്നത് അവർ മാത്രം നശിക്കുകയല്ല ചെയ്യുന്നത്. ദൈവത്തിന്റെ തിരുവചനം പറയുന്നു, ആരിലും വല്ല കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി. പിന്നീട് എന്താ സംഭവിക്കുന്നത്? അനേകർ അതിനാൽ മലിനപ്പെടുന്നു. ഇതിന്റെ ഏറ്റവും വലിയൊരു ദൂഷ്യമെന്ന് പറയുന്നത് മറ്റുള്ളവരെ കൂടെ നശിപ്പിക്കുവാൻ തക്കവണ്ണം കാരണമായിത്തീരുന്നു. മറ്റുള്ളവരെ നശിക്കുവാൻ കാരണമായിത്തീരുന്നു. ഈ കയ്പുള്ള വേരാണോ മറ്റുള്ളവരെ കൂടെ നശിപ്പിക്കുന്നത്? നിങ്ങൾ മനസ്സിലാക്കണം, നമ്മളെല്ലാവരും നമ്മുടെ കൂടെ ഉള്ള സഹോദരന്മാർക്ക് വേണ്ടി ദൈവത്തോട് കണക്ക് കൊടുക്കേണ്ടവരാണ്. നമുക്ക് തമ്മിൽ ശുശ്രൂഷയുണ്ട്. ആത്മീയ വർധന എന്നുള്ള ശുശ്രൂഷ നമുക്ക് തമ്മിൽ നിൽക്കുമ്പോൾ വാസ്തവത്തിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കയ്പിന്റെ അനുഭവത്തിൽ കൂടെ സംഭവിക്കുന്ന വലിയ കുഴപ്പമാണ് അനേകര് അതിനാൽ മുളച്ച് കലക്കമുണ്ടാക്കുക. നിങ്ങൾ മനസ്സിലാക്കണം, ചില ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ ചിന്തിച്ചൊരു വിഷയമാണ് ഇത്. ദാഥാനും അബീരാമും കോരഹും തമ്മിലുള്ള പ്രശ്നം എന്തായിരുന്നു? അവരുടെ പ്രശ്നം, ഈ 3 പേരുടെ പ്രശ്നം. അവരുടെ പ്രശ്നം എന്തായിരുന്നു? അധികാരത്തോടുള്ള പ്രശ്നം. അധികാരത്തോടുള്ള പ്രശ്നം എന്ത് സംഭവിച്ചു? ഒരു വലിയ ജനക്കൂട്ടത്തെ അവരുടെ കൈപ്പിടിയിലേക്ക് കൊണ്ടുപോകാൻ കാരണമായിത്തീർന്നു. അവരുമായിട്ട് ലിങ്ക് ചെയ്യുവാൻ കാരണമായിത്തീർന്നു. അന്ന് നശിച്ചു പോയത് 250 പേരാണ്. ധൂപം കാണിച്ചുകൊണ്ട് ദൈവം നശിപ്പിച്ചത് 250 പേരെയാ, അല്ലാതെ ഒരു വലിയ കൂട്ടത്തെ നശിപ്പിക്കുവാൻ കാരണമായിത്തീർന്നു. ആരാണ് ഇതിന് കാരണമായി തീർന്നത് എന്ന് ചോദിച്ചാൽ ഇതിന്റെ കാരണക്കാരൻ കോരഹ്, ദാഥാന്, അബീര. എന്തായിരുന്നു ഇവരുടെ പ്രശ്നം? ഇവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരു കയ്പ്. അതെന്ത് സംഭവിച്ചു? അതിന് മുളച്ചു, അതിനൊരു ഫലമുണ്ടായപ്പോൾ എന്ത് ചെയ്തു? മറ്റുള്ളവരെ തന്നോടുകൂടെ കൂട്ടുപിടിക്കുവാനായിട്ട് ആഗ്രഹിച്ചു. കൂട്ടുപിടിച്ചുകൊണ്ട് എന്ത് സംഭവിച്ചു? ഒരു വലിയ പ്രക്ഷോഭത്തിലേക്ക് കടന്നുപോയി. എന്താ സംഭവിച്ചത്? ഒരു വലിയ നാശത്തിന് കാരണമായി തീർന്നു. അരുമനാഥനാകുന്ന യേശു ഇപ്രാരെ പറഞ്ഞ വേട് ഈ സമയത്ത് ഞാൻ ഓർപ്പിക്കട്ടെ. അവിടെ ഇപ്രാരെ കർത്താവ് പറയുന്നത്, ഈ ചെറിയവന് ഒരുവനിൽ നിങ്ങൾ ഇടച്ചു വരുത്തുന്നുവെങ്കിൽ അവന്റെ കഴുത്തിൽ തിരികല്ല് കെട്ടി അവനെ സമുദ്രത്തിന്റെ ആഴത്തിൽ ഇട്ടുകളയുന്നത് നിങ്ങൾക്ക് നന്ന്. എന്താ അവിടെ പറയുന്നത്? ഈ പ്രാരമുള്ളതായിരിക്കുന്ന ഒരു കലക്കം കടന്നു വരുന്നതിനേക്കാൾ വളരെ അഭികാമ്യമായിരിക്കുന്ന ഒന്നാണ് കെട്ടിഞ്ഞാന്ന് ചാവുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ പരിണിത ഫലമായിരിക്കും അടുത്ത് കടന്നു വരുന്നത്. കാരണം ഈ നശിച്ചു പോകുന്ന സകല ആത്മാക്കൾക്ക് വേണ്ടി നാം കണക്ക് കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കടന്നു വരും. നമ്മൾ ശ്രദ്ധിച്ചോണം. നമ്മുടെ നാവിൽ കൂടെ കടന്നൊരു വാക്കുകൾ, നമ്മുടെ ചിന്തകൾ എന്തായിരിക്കണം ഉണ്ടാകേണ്ടത്? നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും കയ്പ് ആരോടെങ്കിലും ഉണ്ടെങ്കിൽ ആ കയ്പ്
കയ്പ് വെളിപ്പെടുത്തുന്നതാകരുത് നമ്മുടെ വാക്കുകൾ. പകരം ആ കയ്പിനെ നമ്മൾ എടുത്ത് മാറ്റേണ്ടത് വളരെ ആവശ്യമാണ്. ശ്രദ്ധിക്കുക, എന്താ സംഭവിക്കുന്നത്? ഇതൊരു വലിയ കൂട്ടം കലക്കപ്പെടുവാനായിട്ട് കാരണമായി തീരും. എവിടെയെങ്കിലും നിങ്ങൾ നോക്കിയോ, ഏതെല്ലാം പ്രശ്നങ്ങൾ നിങ്ങൾ നോക്കുക. അപ്പൊ കൊരിന്ത്യ സഭയെ നിങ്ങൾ എടുത്ത് നോക്കിയാൽ അവിടെയും നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു വലിയ പ്രശ്നമെന്ന് പറയുന്നത്, അവിടെയും ഒരു ഗ്രൂപ്പിസത്തിലേക്ക് അവരെ കൊണ്ടുവരിക. എന്തുവാ? ഒരു കൂട്ടം ആൾക്കാർ പറയും ഞാൻ അപ്പല്ലോസിന്റെ പക്ഷക്കാരൻ, മറ്റൊരു കൂട്ടം എന്ത് പറയും ഞാൻ കേഫാവിന്റെ പക്ഷക്കാരൻ, വേറെ കൂട്ടം പറയുന്നു ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ. നിങ്ങൾ മനസ്സിലാക്കണം എന്താ ഇവിടെ സംഭവിച്ചത്. എന്തൊക്കെയോ വ്യക്തി വൈരാഗ്യങ്ങൾക്ക് വേണ്ടി തങ്ങൾ തന്നെ ഓരോരുത്തരെ കൂട്ടുപിടിക്കുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് മുൻപോട്ട് കടന്നു പോകുന്ന ഒരവസ്ഥ. ഇത് ക്രിസ്തീയ സഭയിൽ ഇന്ന് കാണുവാൻ സാധിക്കുന്ന ഒരു സാധാരണപ്പെട്ട വിഷയമാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടം വളർന്നു വരുമ്പോൾ പെട്ടെന്ന് അത് തളർന്നു പോകുന്നു, പെട്ടെന്ന് പിന്നിച്ചു പോകുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, ഇതിനൊക്കെ അടിസ്ഥാനപരമായിരിക്കുന്ന വിഷയത്തിലേക്ക് ഞാൻ നിങ്ങളൊന്ന് നോക്കുമ്പോൾ ഏതെങ്കിലും രീതിയിലുള്ളതായിരിക്കുന്ന ബിറ്റർനെസ് ആയിരിക്കണം അതിന് കാരണമെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത്, ആ കയ്പ് മുഖാന്തരമായിട്ട് നശിച്ചു പോകുമ്പോൾ ഞാനും നിങ്ങളും അതിന് കണക്ക് കൊടുക്കേണ്ടവരാണോ എന്നുള്ളത് വെച്ചുകൊണ്ട് ഞാൻ മുൻപോട്ട് കടന്നു പോകാൻ പോകുകയാണ്. ഞാൻ പറഞ്ഞത് 5 പ്രധാനപ്പെട്ട ദോഷമാണ് ഈ കയ്പുള്ളിൽ വെച്ചുകൊണ്ട് ഉണ്ടാകുന്നത്. ഒന്ന് ഞാൻ പറഞ്ഞു വന്നത് ദൈവത്തോടുള്ള നമ്മുടെ ബന്ധത്തെ തടയുക. രണ്ടാമത് ഞാൻ പറയുവാൻ ഇടയായി തീർന്നത്, ദൈവം എന്ത് സംഭവിച്ചു? നമ്മുടെ മിനിസ്ട്രി, ദൈവം പരമേൽപ്പിച്ചതായ ശുശ്രൂഷയുടെ എഫക്റ്റീവ്നെസ്സിനെ അത് തടയുന്നു. മൂന്ന് ഞാൻ പറയുവാൻ ഇടയായി തീർന്നത്, ശത്രുവിന് ഒരു വാതിൽ തുറന്നു കൊടുക്കുന്നു. 4 ഞാൻ പറയുവാൻ ഇടയായി തീർന്നത്, നമ്മെ ശാരീരികമായിട്ട് കയ്പ് നമ്മെ പ്രയാസപ്പെടുത്തുന്നു. അല്ലെങ്കിൽ രോഗമോ മറ്റ് പ്രയാസങ്ങളോ ഭീതികളോ ഭയമോ എന്ന് വേണ്ട ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരാനായിട്ട് കാരണമായി തീരുന്നു. അവസാനമായിട്ട് ഞാൻ പറയുവാൻ ഇടയായി തീർന്നത്, നാം മാത്രമല്ല മറ്റൊരു കൂട്ടം കൂടെ നശിക്കപ്പെടുവാൻ കാരണമായി തീർന്നു. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഇന്ന് ഓവർകം ചെയ്യേണ്ടത്? അതാണ് എന്റെ വിഷയം. ഹൗ ടു ഓവർകം ഇറ്റ്. ഈ സ്റ്റെപ്പാണ് നമ്മൾ ചെയ്യുവാൻ പോകുന്നത്. നമ്മൾ ശാന്തമായിട്ട് നിങ്ങളെ തന്നെ ഇത് പരിശോധിച്ചുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കണമെന്നുള്ളത് ഞാൻ ഓർപ്പിക്കട്ടെ. ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഫസ്റ്റ് വിഷയം എന്ന് പറയുന്നത്, വി ആർ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഗോഡ്. നമ്മൾ ദൈവത്തിന്റെ കരങ്ങളിലാകുന്നു എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. ദൈവത്തിന്റെ തിരുവചനം പറയുന്നു, നിങ്ങളുടെ തലയിലെ ഒരു തലമുടിയെങ്കിലും നിലത്ത് വീഴണമെങ്കിൽ സ്വർഗസ്ഥനായ എന്റെ പിതാവ് അറിയാതെ നിലത്ത് വീഴുകയില്ല. നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ട്, സത്യമാ. തെറ്റ് ചെയ്തതിന്റെ പരിണിത ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത്. എങ്കിലും നമ്മളൊന്ന് മനസ്സിലാക്കണം, ആ പരിണിത ഫലം നാം അനുഭവിക്കുമ്പോഴും വി ആർ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഗാഡ് എന്നുള്ളത് മനസ്സിലാക്കണം. നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ ഈ പറഞ്ഞ വേർഡ്. പലപ്പോഴും നമ്മൾ ചിന്തിച്ചിരിക്കും, നമ്മളൊരു പാപം ചെയ്തു, ദൈവം നമ്മളെ ശിക്ഷിച്ചു, അതോടുകൂടെ ദൈവം നമ്മളെ കംപ്ലീറ്റ് അങ്ങ് വലിച്ചെറിഞ്ഞെന്നുള്ളതാ. ഒരിക്കലുമില്ല. ദൈവത്തെ സ്നേഹിക്കുന്നതൊക്കെ എല്ലാവരും ചേർന്നുകൊണ്ട് ആ വാക്യം വായിച്ചാട്ട്, വളരെ വാല്യബിൾ ആയിരിക്കുന്ന ഒരു വേർഡ്. എല്ലാവരും ചേർന്ന് വായിച്ചാട്ട്, ദൈവത്തെ പ്രൈസ് ഗോഡ്. എന്താ അവിടെ പറയുന്നത്? സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നുവെന്ന് നാം അറിയുന്നു. പൗലോസ് അപ്പോസ്തലൻ പറയുന്നൊരു വേർഡ്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നുവെങ്കിൽ, ഒരു നിർണയം കൊണ്ട് അവനെ വിളിച്ചിരിക്കുന്നുവെങ്കിൽ, ഇത് രണ്ടും ആവശ്യമാണ്. ഒന്ന്, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു. 2, നിർണയപ്രകാരം ഞാൻ വിളിക്കപ്പെട്ടിരിക്കുന്നുവെങ്കിൽ എന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു കൊള്ളട്ടെ, അതെനിക്ക് എന്തിനു വേണ്ടിയാ? നന്മയ്ക്ക് വേണ്ടി. നമ്മൾ കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് ഒരപ്പന്റെ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു, അപ്പന്റെ ശിക്ഷയെക്കുറിച്ച് നമ്മൾ പഠിച്ചു. അതിൽ കൂടെ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, അപ്പൻ ശിക്ഷിക്കുന്നത് നമ്മുടെ ശുദ്ധീകരണത്തിനാണ്. ഇതാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒന്നാമത് മനസ്സിലാക്കണം, എന്റെ ജീവിതത്തിൽ കടന്നു വന്നതായിരിക്കുന്ന ഈ ഒഫൻസ്, എന്നെ പ്രയാസപ്പെടുത്തുന്ന ഈ വ്യക്തി, ഇത് രണ്ടും നമ്മൾ ചിന്തിച്ചുകൊണ്ട് അവക്ക് എഗൻസ്റ്റ് ആയിട്ടല്ല ഞാൻ നിങ്ങളും റിയാക്ട് ചെയ്യേണ്ടത്. എന്റെ ദൈവത്തിനോ ഇതിനകത്ത് ഒരു ഉദ്ദേശമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ ആവശ്യമാണ്. നമ്മൾ ഈ ഒരു സംഭവം നമ്മൾ മനസ്സിലാക്കുവാൻ സാധിക്കുമെങ്കിൽ ജീവിതത്തിൽ വിടുതൽ നിങ്ങൾക്ക് കിട്ടുവാനായിട്ട് സാധിക്കും. നിങ്ങൾ പലരും വായിച്ചു കാണുമായിരിക്കും, പ്രസന്റ് പ്രൈസ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തില് വളരെ ഭംഗിയായിട്ട് കാണിച്ചിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. തന്റെ ജീവിതത്തിലെ ഏത് സാഹചര്യങ്ങളിലും, അത് നെഗറ്റീവുമായിരിക്കുന്ന സാഹചര്യങ്ങളുമായിരിക്കാം, പോസിറ്റീവുമായിരിക്കാം, പക്ഷെ ഏത് സാഹചര്യങ്ങളായിരുന്നാലും ആ
സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ദൈവത്തിന് നന്ദി കരയറ്റുവാൻ അദ്ദേഹം ഒരുക്കപ്പെടുന്നു. അതാണ് അതിന്റെ പ്രധാനപ്പെട്ട ടീച്ചിങ്. അതിലെ കുറിവാക്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ദാസൻ പറയുന്നു, എപ്പോഴും ദൈവത്തിന് എന്ത് ചെയ്യാൻ പറഞ്ഞു? സ്തോത്രം, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ. ഒന്നിൽ പോലും ദൈവത്തെ സ്തുതിക്കാതിരിക്കുന്നല്ല. അനുകൂലമോ പ്രതികൂലമോ ആയിരിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ദൈവത്തിന് നമുക്ക് നന്ദി കരയറ്റുവാൻ സാധിക്കുമെങ്കിൽ, ദൈവത്തിന് വിടുതൽ കാണുവാൻ സാധിക്കുമെന്നുള്ളതാണ് ദൈവദാസൻ അവിടെ പറയുന്നത്. ഇതിന് നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിന് ഞാൻ നന്ദി കരയറ്റണമെങ്കിൽ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കണം, എന്റെ ഈ സാഹചര്യം ഞാൻ ആയിരിക്കുന്നതിനകത്ത് സ്വർഗത്തിലെ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്, ദൈവത്തിന് ഒരു പർപ്പസ് ഉണ്ട്. ദൈവത്തിന്റെ ഡെഫിനിറ്റ് പ്ലാനോടുകൂടിയാണ് എന്നെ കൊണ്ട് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഈവൻ എന്റെ ജീവിതത്തിൽ തെറ്റുകൾ കടന്നു വന്നിട്ടുണ്ട്, എന്നാൽ ആ തെറ്റിന്റെ നടുവിലും എന്നെ ഇവിടെ ആക്കിയിരിക്കുന്നത് എന്റെ സ്വർഗത്തിലെ ദൈവത്തിന് ഒരു പ്ലാൻ ഉണ്ട്. അവന്റെ ഹിതമാണ് എന്നിൽ കൂടെ വെളിപ്പെടേണ്ടത് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. അങ്ങനെയെങ്കിൽ എന്ത് ചെയ്യുവാൻ സാധിക്കും? ദൈവത്തിന്റെ ഉള്ളം കരങ്ങളിലാണ് ഞാൻ ആയിരിക്കുന്നത് എന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ എനിക്കും നിങ്ങൾക്കും ദൈവത്തിന് നന്ദി പറയുവാൻ സാധിക്കും. ചില വിഷയത്തിനെങ്കിലും ദൈവത്തിന് നന്ദി പറയുവാൻ സാധിക്കും. ഒന്നാമത് ആവശ്യമായിരിക്കുന്നത് ഇപ്രകാരമുള്ളതായിരിക്കുന്ന ഒരു ബിറ്റർനെസ് കടന്നു വരേണ്ടതായിരിക്കുന്ന ഒരു സാഹചര്യം എന്റെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സാഹചര്യം ദൈവമാണ് കൊണ്ടുവന്നതെന്നും ദൈവത്തിന് ഇതിനകത്ത് എന്നെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഡിപ്പെൻഡൻസ് ഓൺ ഗോഡ്, ദൈവത്തിലുള്ള ആശ്രയം എന്ന് പറയുന്നത്. ദൈവത്തിൽ നാം പരിപൂർണമായി ചാരുക. മൂന്ന്, എന്ത് വേണം, എങ്ങനെയായിരിക്കണം അത് ചെയ്യേണ്ടത്? കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നതായിരിക്കുന്ന ആ സംഭവം കൂടെ ഓർക്കുവാനായിട്ട് കാരണമാകരുത്. ഇതാണ് പലപ്പോഴും സംഭവിക്കുന്ന ഒരു വലിയ വീഴ്ച. ഇതിനെ വീണ്ടും ഓർത്തുകൊണ്ട് വീണ്ടും ആ കയ്പിന്റെ അനുഭവത്തിലേക്ക് കടന്നു പോകുന്നു. സംഭവിക്കേണ്ട വിഷയമെന്ന് പറയുന്നത് ഈ പ്രത്യയമായിരിക്കുന്ന സമയത്ത് നാം ചെയ്യേണ്ടത് forgive them. ദൈവം അത് ആഗ്രഹിക്കുന്നു. അവർക്ക് ക്ഷമിച്ചു കൊടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതാണ് ദൈവം നമ്മൾ കൂടെ എക്സ്പെക്ട് ചെയ്യുന്നത്. ക്ഷമിച്ചു കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. വേദപുസ്തകം പറയുന്നു, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം, മാത്യു ചാപ്റ്റർ 5 43, 44, 45 വാക്യം. ഞാനോ നിങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. താഴെ അണ്ടർലൈൻ ദാറ്റ് വേഴ്സ്. സ്വർഗസ്ഥനായിരിക്കും ദൈവത്തിന് പുത്രന്മാരായി തീരേണ്ടത് തന്നെ. അപ്പോൾ സ്വർഗസ്ഥനായിരിക്കും ദൈവത്തിന് പുത്രന്മാരായി തീരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ചെയ്യേണ്ടത് നാം ശത്രുക്കളെ സ്നേഹിക്കുക. വളരെ ഈസി ആയിട്ട് പറഞ്ഞുവിടാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പ്രാവർത്തിക ജീവിതത്തിൽ കൊണ്ടുവരുവാൻ വളരെ ബുദ്ധിമുട്ടുള്ള വിഷയമാണ്. പക്ഷെ ഈ ബുദ്ധിമുട്ട് മാറ്റുവാനായിട്ട് എന്ത് ചെയ്താൽ പറ്റും? ദൈവത്തിന്റെ ദാസൻ ഇത് നമ്മളോട് പറയുന്നു, നമ്മൾ ക്ഷമിച്ചു കൊടുക്കുവാൻ പറയുന്നു. ക്ഷമിച്ചു കൊടുക്കുവാൻ പലപ്പോഴും ബുദ്ധിമുട്ടുള്ള വിഷയമാണ്. പക്ഷെങ്കിൽ എന്ത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടുവാൻ സാധിക്കും? നമ്മുടെ ഈ കയ്പ് മാറ്റാനുള്ള ഒരു എളുപ്പ വഴി നിങ്ങൾക്ക് പറഞ്ഞു തന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. റോമലേഖനം 12-ാം അധ്യായം 14-ാമത്തെ വാക്യം വളരെ വാല്യുബിൾ ആയിരിക്കുന്ന വേർഡ്. റോമൻസ് ചാപ്റ്റർ 12 വേഴ്സ് 14. നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പീൻ. പ്രൈസ് ഗാഡ്. അപ്പൊ എന്താ വേണ്ടത്? നമ്മുടെ ഉള്ളിൽ ആരെങ്കിലുമാണ് നമ്മളോട് ഒരു കയ്പിന്റെ അനുഭവം നമുക്ക് വരുവാൻ കാരണമായി തീർന്നു എങ്കിൽ നമ്മൾ ലിറ്ററലി ചെയ്യേണ്ടത് അവർക്ക് വേണ്ടി അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക, അവരെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുക. അത് വേറെ പബ്ലിക്കലി അല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ റൂമിൽ നമ്മളായിരിക്കുമ്പോൾ, നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, അവരെ നമുക്കറിയാമെങ്കിൽ നമുക്കറിയാം ആരോടാണ് നമുക്ക് കയ്പുള്ളതെന്ന്, ആ വ്യക്തി നമുക്ക് ആ കയ്പിന്റെ അത് നമുക്കറിയാമെങ്കിൽ നമ്മൾ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. നമ്മൾ ലിറ്ററലി കണ്ണുനീരോടുകൂടെ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് ഭാരം മാറ്റപ്പെടുകയാണ്. എന്താ ഇതിന് ആദ്യം വേണ്ടത് നമുക്ക് മനസ്സിലാക്കണം. ആരെങ്കിലും ഒരു സഹോദരൻ
യഹോവനോട് എന്തെങ്കിലും നിനക്കുണ്ട് എന്ന് തോന്നിയാൽ നിന്റെ വഴിപാട് അവിടെ വെച്ചേക്കണം എന്ന് പറഞ്ഞാൽ ആദ്യം പോയി നിരപ്പിന്റെ അനുഭവം ആവശ്യമാണ്. ഒന്ന് നിരന്ന് കഴിഞ്ഞാലും നമ്മുടെ മനസ്സിൽ നിന്ന് ഇത് പറഞ്ഞു പോകണമെന്നില്ല. നമ്മൾ കണ്ട ഒരു ഭാഗമുണ്ട്, കയ്പെന്ന് പറയുന്നത് ഒരു വേരാണ്. ആ വേര് മൂടോടെ പിഴുതെടുക്കാത്തിടത്തോളം കാലം ആ വേര് വീണ്ടും അവിടെ കടന്ന് പൊട്ടിക്കിളിക്കുവാനായിട്ടിടയായി തീരും. ഒരുപക്ഷെ ചിന്തിക്കുമായിരിക്കാം, എനിക്ക് അവരോടൊരു പ്രശ്നവുമില്ല. എന്നാൽ ആ വേര് അവിടെ കിടക്കുന്നിടത്തോളം ചില കാലങ്ങൾ കഴിയുമ്പോൾ വീണ്ടും ഈ വേര് പൊട്ടിക്കിളിക്കുവാനുള്ള ചാൻസ് ഉണ്ട്. അത് വരാതിരിക്കണമെങ്കിൽ ചെയ്യേണ്ടത് അത് വേരോടെ പറിച്ചു കളയുകയാണ് ആവശ്യം. മാർഗമെന്താ? ദൈവത്തിന്റെ തിരുവചനം പറയുന്നു, ശപിക്കാതെ അനുഗ്രഹിപ്പീൻ. ഞാൻ ഇന്ന് പറയട്ടെ പ്രിയപ്പെട്ടവരെ, ആരോടെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കൈപ്പിന്റെ അനുഭവം ഉണ്ടെങ്കിൽ അവരെ അനുഗ്രഹിക്കുക, അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അല്പം കൂടെ സമയം കൂടുതലെടുത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവരുടെ വിഷയങ്ങൾ മനസ്സിലാക്കി ഹൃദയം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് കണ്ണുനീര് കടന്നു വരട്ടെ. കണ്ണുനീരോടുകൂടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്താ സംഭവിക്കുന്നറിയാമോ? ദൈവം നമ്മുടെ ഉള്ളിൽ നിന്ന് ആ കയ്പ് പരിപൂർണമായി മാറ്റിക്കൊണ്ട് സമാധാന നിരപ്പിന്റെ ഒരു അവസ്ഥയിൽ കൂടെ മുൻപോട്ട് കടന്നു പോകുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കും. അതോടുകൂടി എന്ത് സംഭവിക്കും? ക്ഷമിച്ചു കൊടുക്കുവാൻ ദൈവം നമുക്ക് സഹായിക്കും. പിന്നീട് എന്താ ചെയ്യേണ്ടത്? ജീവിതത്തിൽ ഒരു കാലത്തും ഇങ്ങനെ കയ്പുണ്ടാകുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാനായിട്ട് വളരെ ശ്രദ്ധിച്ചു വേണം. ഇത് ഞാൻ പറയുണ്ടായി, നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ കടന്നു വരുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു വിഷയം, നമ്മുടെ ജീവിതത്തിൽ അത് കടന്നു വരുവാൻ ഇടയാകരുത്. ദൈവത്തിന്റെ കരങ്ങളിൽ നമുക്ക് എല്ലാവർക്കും നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം.